ഈ IFFK ഈ സെക്സ് സീനുള്ള സിനിമകളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സിനിമകൾ അത് കാണാൻ വേണ്ടി പോകുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായി തോന്നി കേട്ടപ്പോൾ. അതായത് ഈ ഡെലിഗേറ്റ് പാസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ചരിത്രം. അതായത് ഈ ശ്രീ തിയേറ്റർ ആണെന്ന് തോന്നുന്നു, തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ ഇത്തരത്തിൽ വളരെ സെക്സ് രംഗം, വളരെ എന്താ പറയുക, ചൂടൻ രംഗങ്ങളുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കുകയാണ്. അവിടേക്ക് അപ്പോൾ ഈ ചാലയിലുള്ള തൊഴിലാളി സംഘം പെട്ടെന്ന് ഇടിച്ചു കയറണം. അതായത് ഇതെന്തോ വലിയ സാറന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന പടവും, അങ്ങനെ ഒരു പടം വേണ്ട, നമുക്കും കാണാൻ പറ്റണം എന്നും പറഞ്ഞിട്ട് ഇവർ ഇടിച്ചു കയറിയത് അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാക്കി. എന്തായാലും അപ്പോഴാണ് ഡെലിഗേറ്റ് പാസ് ഉണ്ടാക്കിയെന്ന് കേൾക്കുന്നത്. അതിനുശേഷം ഇവർ ഈ പാസ്സൊക്കെ വെച്ച് ഈ പാസ്സുള്ളവരെ മാത്രം ഇരുത്തി, ആ എലൈറ്റ് ക്ലാസ്സിനെ മാത്രം ഇരുത്തി ഇത്തരത്തിലുള്ള ഈ സിനിമ കാണിച്ചു. അപ്പോൾ ഇവരവിടെ പുറത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞെന്നും കേൾക്കുന്നു. അതായത് ഇത്തരത്തിൽ എന്താണ് പറയുന്നത്, വലിയ സാറന്മാർ കാണുന്ന പടമാണ് എന്നുള്ള രീതിയിൽ. ഈ ഒരു വിഷയം വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ ഇത്തരത്തിൽ ഈ IFFK പല ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, സുവർണ ചകോരത്തിൻ്റെ കഥകളും മറ്റും. പക്ഷേ ഇങ്ങനൊരു കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് ബിജേഷിൽ കൂടുതൽ പറയാനായിട്ടുള്ളത്? നല്ല ശുഷ്കാന്തി ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ കേൾക്കാനും നല്ല ശുഷ്കാന്തിയാണ്. IFFK ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമകൾ, പല കാറ്റഗറികളിലുള്ള സിനിമകൾ വർഷങ്ങളായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. വിജയ് പോയിട്ടുണ്ടാവുമല്ലോ, അതെ, നമ്മളുമൊക്കെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ IFFK. അപ്പോൾ അവിടെ ഈ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ സെക്സ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ സെക്സ് സിനിമകൾ, കാറ്റഗറിയിലുള്ള സിനിമകളെല്ലാം സെക്സ് സിനിമകളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാറ്റഗറിയിലുള്ള സിനിമകൾ കുറച്ച് വയലൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് കാറ്റഗറി, അഡൽട്സ് എന്നുള്ള കാറ്റഗറികളിലേക്ക് പോകും. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് സർട്ടിഫൈഡിനൊക്കെ ഈ പോസ്റ്ററിനകത്ത് എന്നിട്ട് റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, അത് സെക്സ് സിനിമയാണ് എന്നുള്ള അർത്ഥമാണ്, ന്യൂഡിറ്റി ഉണ്ട് എന്നുള്ളൊരു സിനിമയായിരുന്നു. അങ്ങനെയുള്ള സിനിമകൾ കാണാൻ തിയേറ്ററിൽ വളരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഇത്തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നത്. ശരിയാണ്, ഈ ഫിലിം ഫെസ്റ്റിവലിലെ സിനിമകൾ, ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വലിയ കട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം കാണിക്കാനുള്ള സിനിമകൾ, അത് ഒരു എന്താ പറയുക, അക്കാദമിക് പർപ്പസ് എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള രീതിയിലാണ് അവിടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. കാരണം എല്ലാം ഈ മത്സര കാറ്റഗറിയിൽ വരുന്നത് അല്ലാതെ വരുന്നത്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ കാറ്റഗറിയിൽ പെടുന്ന സിനിമകളാണ്. അങ്ങനെയാണ് ഒരു കാലത്ത് അവിടുത്തെ സിനിമകൾ, ഈ സെക്സ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നു IFFK എന്നുള്ളൊരു വാർത്ത പരക്കുന്നത്. അപ്പോൾ കൈരളി ശ്രീയുടെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നും അത് കാണാൻ വേണ്ടിയിട്ട് ഈ തിയേറ്ററിൽ അടച്ചു കിടക്കുന്ന സമയത്ത് പുറകിലുള്ള വാതിൽ തള്ളി തുറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പോൾ ആ വാതിൽ തള്ളി തുറക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ട് അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് സെക്സ് സിനിമ പോലെയുള്ള ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ മറ്റവനോട് ചോദിക്കാൻ പറ്റുള്ളൂ, ഈ കഴിഞ്ഞ സീൻ എന്താണെന്നുള്ള ചോദിക്കാൻ പറ്റാത്തുള്ള ബുദ്ധിമുട്ടുള്ളവരായതുകൊണ്ട് നിരാശയും കുറച്ചുകൂടെ വലുതായിരിക്കും. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആളുകൾ കാണുന്ന ഒരു സിനിമ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പുറകിൽ നിന്ന് ഈ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമം നടക്കുന്നു. ഒരുപാട് സമയമായപ്പോൾ അത് തുറന്നു കൊടുത്തപ്പോഴാണ് ഈ ചാലയിലുള്ള തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. അടൂര് ആണ് ഈ കാര്യം പറയണത്. അടൂര് അറിയാലോ, ഒരുപാട് വർഷക്കാലം ഈ ചലച്ചിത്ര മേഖലയിൽ ഈ പറഞ്ഞ പോലെ IFFKയുടെ ഒക്കെ പ്രധാനപ്പെട്ട ആളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അടൂര് ആണ് ഈ കാര്യം ഇന്ന് നടന്ന സിനിമ കോൺക്ലേവിൽ വ്യക്തമാക്കിയത്. അപ്പം വാതിൽ തള്ളി തുറന്നപ്പോൾ ഈ ചാലയിലുള്ള കുറേ തൊഴിലാളികളാണ്. എന്നിട്ട് അടൂര് പറയുന്നുണ്ട്, ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ ഉണ്ടായ ഒരു സംഭവം വിശദമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തൊഴിലാളികൾ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയതിന് ശേഷം ഈ സിനിമ കാണുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് ഈ നിൽക്കുന്ന ആളുകളുടെ ശ്വാസോച്ഛ്വാസം വരുമ്പോഴറിയാം അവരെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ സിനിമയെ ആസ്വദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അന്നൊരു തീരുമാനമെടുത്തതാണ്, സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇത് കാണാൻ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഡെലിഗേറ്റ് പാസ് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഡെലിഗേറ്റ് പാസ് തീരുമാനിച്ചതിന് ശേഷം ഡെലിഗേറ്റ് പാസിൽ തന്നെ പല കാറ്റഗറികൾ വന്നു. ആർട്ടിസ്റ്റുകൾക്ക് ഡെലിഗേറ്റ് പാസ്, സ്റ്റുഡൻസിന്, അങ്ങനെ പല കാറ്റഗറികളിൽ വന്നു. വളരെ നേരത്തെ തന്നെ ഡെലിഗേറ്റ് പാസുകളെല്ലാം ബുക്ക് ചെയ്യണം. ഈ ഡെലിഗേറ്റ് പാസുകൾ ബുക്ക് ചെയ്ത് അത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് സിനിമ നടക്കുന്ന ഹാളിനകത്തേക്ക് അല്ലെങ്കിൽ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴും ഈ ഡെലിഗേറ്റ് പാസ് വാങ്ങിച്ചാലും തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാതെ അവിടുത്തെ ആ ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്.
അപ്പോൾ എന്തായാലും പാസ് ഉണ്ടെങ്കിലും സിനിമ കാണാൻ പറ്റുമെന്ന് നിർബന്ധമില്ല, കാരണം സീറ്റ് അവൈലബിൾ ആയിരിക്കില്ല. സീറ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മളൊക്കെ തറയിൽ ഇരുന്നിട്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡെലിഗേറ്റ് പാസ് അങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം ഇതാണ് എന്ന് ഇപ്പോഴാണ് ഈ സിനിമാ കോൺക്ലേവ് വന്നപ്പോഴാണ് പല ആളുകൾക്കും മനസ്സിലാകുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇനി ഈ സിനിമാ കോൺക്ലേവ് എന്തിനുള്ളതായിരുന്നു എന്നതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറയണം. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സിനിമ നഷ്ടത്തിലാകുന്നു. സിനിമയുടെ ഈ റിവ്യൂ പറയുന്ന ആളുകൾ സിനിമയെ പ്രതിസന്ധിയിലാക്കുന്നു. അങ്ങനെ സിനിമാ മേഖല, കേരളത്തിലെ സിനിമാ മേഖല വളരെ നഷ്ടത്തിലാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതോപാധി ഇല്ലാതാകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സർക്കാരിനോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അപ്പോൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സിനിമാ കോൺക്ലേവ് തന്നെ സംഘടിപ്പിച്ചത്. അതിൽ സിനിമാ മേഖലയിലേതും സിനിമാ മേഖലയിൽ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളെ വിശിഷ്ട അതിഥികളായിട്ട് ക്ഷണിച്ച് പങ്കെടുപ്പിച്ചിട്ടുണ്ട് സർക്കാർ. അതിൽ പല ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഈ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ വിശദമായിട്ട് പരിശോധിക്കണം. വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ കോൺക്ലേവിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു കാര്യം കൂടി ചർച്ചയ്ക്ക് വന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടി നമുക്ക് പരാമർശിക്കണം. അതായത് വെറുതെ പണം മുടക്കരുത്, പരിശീലനം നൽകണം. അതായത് KSFDC സഹായം വാങ്ങുന്ന ദളിത് സ്ത്രീ സംവിധായകർക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു പരാമർശമാണ്. അതുകൂടി നമുക്കത് പറയണം. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ധനസഹായത്താൽ സിനിമകൾ നിർമ്മിക്കുന്ന വനിതാ സംവിധായകർക്കും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സംവിധായകർക്കുമെതിരെയാണ് അടൂർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. അടൂരിന്റെ പ്രസംഗത്തിനിടെ തന്നെ വിമർശനം ഉയർന്നെങ്കിലും അദ്ദേഹം അധിക്ഷേപ പരാമർശങ്ങൾ തുടർന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഇതിനകം ഉയർന്നിട്ടുണ്ട്. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിലാണ് അടൂർ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നാണ് അടൂർ പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടൂറിന്റെ ഈ പരാമർശം പിൻവലിക്കേണ്ടതായിരുന്നു. ഈ പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക സവർണ മേധാവിത്വ ചിന്താഗതിയാണ് അടൂർ അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പണ്ട് കാലത്ത് വിദ്യാഭ്യാസം നേടാൻ ഒരു വഴിയുമില്ലാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാനോ കുട്ടികളെ അയക്കാനോ സാധ്യമാകാത്ത വിധത്തിലുള്ള ജീവിതമായിരുന്നു ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചിരുന്നത്. അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. അവർക്ക് അത്രയും സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽ നിന്ന് ആൾ ജില്ലാ കളക്ടർ വരെയായിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ സിനിമ എടുക്കാൻ വരുമ്പോൾ അവർക്ക് ആദ്യം പരിശീലനം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതേ അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സിനിമ എടുക്കാൻ പരിശീലനം കൊടുക്കുന്നത് പോലെ തന്നെ SC/ST വിഭാഗത്തിലുള്ള അല്ലാത്തവർക്കും സിനിമ എടുക്കാനുള്ള പരിശീലനം കൊടുക്കണം. അല്ലെങ്കിൽ ഈ അവർക്ക് കൊടുത്ത പൈസയും കൂടെ വെറുതെ വെള്ളത്തിലിട്ട പോലെ ആവില്ലേ? ഈ KSFDC സിനിമ നിർമ്മിക്കാനും അതിനു വേണ്ട സഹായധനം നൽകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലിപ്പം ഈ ലോൺ അതൊരു ലോൺ എമൗണ്ട് കൊടുക്കുന്ന പോലെയാണല്ലോ. അപ്പൊ ഇതൊരു ഇവരുടെ ഒരു നമ്മൾ ലോൺ സാധാരണ ഒരു ബിസിനസ്സിന് കൊടുക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സാങ്കേതികപരമായി. അപ്പൊ ഇവര് അത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെയും കാണുമായിരിക്കുമല്ലോ. സ്ക്രീനിങ് പ്രോസസ്സും അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് അതിനുള്ള ശേഷി ഉണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ. അതെ, നമ്മൾ ഈ സർക്കാർ ആയാലും ആരായാലും ഒരു രൂപ വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ്, അതിനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം കാപ്പബിലിറ്റി ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് വെച്ചാൽ അതിനകത്ത് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ SC/ST വിഭാഗങ്ങൾക്ക് സബ്സിഡി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ലോൺ കൊടുക്കുമ്പോൾ അവർക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും സബ്സിഡി ലഭിക്കാറുണ്ട്. സാധാരണ ഈ ജനറൽ കാറ്റഗറി വരുന്നവർക്ക് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവർക്ക് ഇതുപോലെ കൊടുത്തിട്ട് സബ്സിഡി പണവും ഈ പണവും എല്ലാം കൂടെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ഇതിനു മുമ്പും ഇതുപോലെ വിവാദ പരാമർശങ്ങളിൽ പെട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു. ഈ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ സമരം നടന്നപ്പോൾ ആ സമരത്തെയൊക്കെ എതിർത്ത് സംസാരിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ വിവാദത്തിൽപ്പെട്ടതാണ്. അപ്പം ഈ സമാപന സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ സജി ചെറിയാൻ മന്ത്രി അടൂർ ഗോപാലകൃഷ്ണൻ്റെ പരാമർശം തിരുത്തിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ സജി ചെറിയാൻ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് സാറ് പറഞ്ഞതുപോലെ ഈ SC/ST വിഭാഗം സാർ അങ്ങനെയൊന്നും നടക്കൂല സാറേ, ഈ 1.5 കോടി രൂപ ഉണ്ടെന്ന് ഇപ്പൊ സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. 1.5 കോടി രൂപയാണെന്ന് തോന്നുന്നു KSFDC കൊടുക്കുന്നത്. അപ്പം ആ തുക കൊണ്ടൊന്നും ഒരു സിനിമയൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല സാറേ. പിന്നെ ഈ 50 ലക്ഷം വെച്ച് 2 പേർക്കും 3 പേർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടൊന്നും സിനിമ പൂർത്തിയാകും. അതായത് സജി ചെറിയാൻ്റെ വ്യൂ കറക്റ്റാണ്. അതായത് ഒരു സിനിമ പൂർത്തിയാക്കാൻ പറ്റുന്ന തുക KSFDC കൊടുക്കണം എന്നുള്ളതാണ് സജി ചെറിയാൻ്റെ ഒരു നയം എന്ന് തോന്നുന്നു. അതല്ലാതെ 25 ലക്ഷം രൂപ വെച്ചിട്ട് 10 പേർക്ക് കൊടുത്തതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഒരു സിനിമയെ നന്നാക്കലാണ് കോൺക്ലേവിൻ്റെ ലക്ഷ്യം എങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെ വിളിച്ചു വരുത്തുമ്പോൾ
അവർ ഒരു കോൺക്ലേവ് പോലുള്ള പ്രധാനപ്പെട്ട വേദികളുടെ സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുമ്പം അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ പേരിൽ വരുന്ന വിവാദങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. അതിനോടൊപ്പം ഈ അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശത്തിന്, അതായത് ഈ ട്രെയിനിങ് കൊടുക്കണമെന്നുള്ള വിവാദ പരാമർശത്തിന് അതൊരു ഓൾഡ് സ്കൂൾ തോട്ടാണ്. അതിനൊരു ബദലായിട്ട് മഹാനായ ചലച്ചിത്രകാരനായിട്ടുള്ള ക്വെന്റിൻ ടാരന്റിനോയുടെ ഒരു കോട്ട് തന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഐ ഡിഡ്ന്റ് വെന്റ് ടു ഫിലിം സ്കൂൾസ്, ഐ വെന്റ് ടു ഫിലിംസ്. അതായത് ഒരു സിനിമ പ്രവർത്തകന് ഏറ്റവും വലിയ സ്കൂളെന്ന് സിനിമ കാണുന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.